കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ ചേട്ടൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചേട്ടൻ നാടിന് എന്തൊക്കെ വേണ്ടി? ഇപ്പം പിണറായി ചെയ്യുന്നത് ഒഴിച്ചു ബാക്കിയെല്ലാം ചെയ്യും. ഒരു 5 വർഷം കൂടെ ഇടതു ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചാൽ കേരളം സിംഗപ്പൂരും ഒരുപോലെയായിരിക്കും. സാമ്പത്തികം പറയാം, 4 ലക്ഷം കോടി കടമുണ്ട് കേരളത്തിന്, പൊതുകടം 4 ലക്ഷം കോടി. അതേസമയം മലയാളിക്ക് നമ്മുടെ ആ ഗ്ലോബൽ ഇത് തോട്ടുള്ളത് കൊണ്ട് നമ്മൾ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് 10 കോടി അയച്ചു കൊടുക്കും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി 2 കോടിയൊക്കെ ബഡ്ജറ്റിൽ മാറ്റി വെക്കും. ലോക സമാധാനത്തിന് വേണ്ടി 2 കോടിയൊക്കെ ബഡ്ജറ്റിൽ മാറ്റി വെക്കും. അത് എങ്ങനെ നോർവേ വഴി പോയെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. രണ്ടാമത്തെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27 ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിപ്പുണ്ട്. PSC കഴിഞ്ഞ ഇടകളിലൊന്നും പുതിയ അനൗൺസ്മെന്റ് നടത്തുന്നില്ല, പുതിയ നിയമനങ്ങൾ നടത്തുന്നില്ല. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? 3 ലക്ഷം പിൻവാതിൽ നിയമനം കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ വില വർധനവിന്റെ വിഷയം ഇതിനു KSEB അവരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം യൂണിറ്റിന് പൈസ കൂട്ടിയിരിക്കുന്നത്. പകുതി പേരുള്ള കാര്യം പറയില്ല. എന്തുകൊണ്ട്? കേരള വാട്ടർ അതോറിറ്റി വെറും 90 രൂപ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ബില്ല് ഇപ്പൊ 300 രൂപ. കുടുംബത്തിന് വേണ്ടിയുള്ള സർക്കാർ ഇതുപോലെ ഒരു 4 പ്രാവശ്യം കൂടി വരണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വില വർധന നടക്കുമ്പോഴാണ് നമുക്കതൊന്നും ഒരു വിഷയമല്ല. 27 കോടി മുടക്കി നമ്മൾ മറ്റേ കേരളീയം നടത്തി. പക്ഷെ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. 70 ലക്ഷം വരുന്ന സാധാരണ തൊഴിലാളികളുടെ പ്രശ്നമാണ്. You are not able to pay the pension of the people who have spent lives. അരിയുടെ വില കൂടിയിട്ടുണ്ട്. വലിയ ഉള്ളിയുടെ വില കൂടിയാൽ എന്താ റജിമോനെ, നമ്മള് തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നപ്പോൾ 2.5 കോടി രൂപയുടെ ലൈറ്റ് കാണും. ഞാൻ സോഷ്യോളജിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ മലയാളികളുടെ സ്വഭാവത്തിനെ കുറിച്ച് വളരെ സർപ്രൈസോട് കൂടിയാ കാണാറുണ്ട്. മലയാളികളുടെ സ്വഭാവത്തിനെ കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു ഗ്ലോബൽ തോട്ടാണ് ഉള്ളത്. ഇറാൻ ഇറാഖ് അധിനിവേശ സമയത്ത് സദ്ദാം ഹുസൈൻ ഉപയോഗിക്കേണ്ടത് സ്കഡ് മിസൈൽ ആയിരുന്നു അതുള്ളത്. ഞാൻ ചെറുതിലെ ചായക്കടയിൽ നിന്ന് കേട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സദ്ദാം ഹുസൈൻ ഉപയോഗിക്കേണ്ടത് സ്കഡ് മിസൈൽ ആയിരുന്നു അതുള്ളത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അവിടെ തൊട്ട് തുടങ്ങി അമേരിക്ക സാമ്രാജ്യത്വവാദിയാണ്, അമേരിക്ക എതിർക്കേണ്ടതാണ്. ചൈന ചങ്കിലാണ്, ചങ്കിൽ തന്നെ ഇരിക്കണം ചൈന. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോർത്ത് കൊറിയയിലെ കിമ്മിനെ നമ്മളെല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതുപോലെ ഇസ്രായേൽ സിയോണിസ്റ്റ് ശക്തികളാണ്, ഹമാസ് പോരാളികളാണ്, താലിബാനും പോരാളികളാണ്. അവർ വിസ്മയമാണ്. എന്താ എന്റെ ഉദ്ദേശം? മലയാളികളുടെ സ്വഭാവത്തിനെ കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു ഗ്ലോബൽ തോട്ടാണ് ഉള്ളത്. ഏറ്റവും സങ്കടകരം എന്താണെന്നറിയാം വിനു, കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമേ കേരളത്തിൽ അടുത്തിടെ ഉണ്ടായിട്ടില്ല. തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയായിരുന്നു ഒരാഴ്ചയോളം ചർച്ച ചെയ്തത്. പിന്നെ ഒരാഴ്ചയോളം യുവജനോത്സവത്തിലെ ബ്രാഹ്മണിക്കൽ സദ്യയിൽ ജാതി എത്രമാത്രം ഉണ്ടായിരുന്നുള്ള ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇസ്രായേൽ ഹമാസ് പാലസ്തീൻ കേരളത്തിലാണോ, അതിന് പ്രകടനം നടത്തുന്നു, ആരോടൊപ്പം നിൽക്കുന്നു. പിന്നെ സാമ്പത്തികവും തൊഴിലില്ലായ്മയും വിലവർധനവും മാത്രമാണ് എൻ്റെ മുന്നിലെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഞാൻ അന്നന്ന് കിട്ടുന്നതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വിനു വിശക്കുന്നവന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വിനു